ഹലോ. ഈ ഒരൊറ്റ ഡയലോഗ് മതി അല്ലേ ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രം ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന ആളുകളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാവാനായിട്ട്. തുടരുമെന്ന സിനിമ ആദ്യമായി പോയി കാണുമ്പോൾ, അതായത് സിനിമയുടെ കഥയെക്കുറിച്ച് ഒന്നും അറിയാതെ പോയി കാണുമ്പോൾ, ആദ്യമായി ജോർജ് എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും തോന്നുന്നത് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണെന്നാണ്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പാമ്പ് പടമൊരുക്കുന്നത് പോലെ ലെയർ ബൈ ലെയറായിട്ട് എത്രത്തോളം ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇയാൾ എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അതുപോലെ തുടരുമെന്ന സിനിമയിലെ ആനിമൽ മെറ്റഫോറുകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ജോർജ് എന്ന കഥാപാത്രം ഏതെങ്കിലും ഒരു സാധാരണ വില്ലൻ കഥാപാത്രമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഇതുവരെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളതിലേക്ക് വെച്ച് ഒരു യുണീക്കായിട്ടുള്ളൊരു സ്ഥാനമുള്ള ഒരു വില്ലനായിരിക്കും ജോർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്കൊരു വല്ലാത്ത സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഒരു വർഷിപ്പിംഗ് മെൻറ്റാലിറ്റിയും എല്ലാം ഉണ്ട്. വർഷിപ്പിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും അയാളെ ഒരു വലിയ സംഭവമായിട്ട് കാണണം. അതിനുവേണ്ടി അയാൾ പല പല മുഖംമൂടികൾ എടുത്തണിയും. എന്നാൽ ഇയാളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇയാളുടെ തനിപ്പകർപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് സൂചിപ്പിക്കുന്ന കുറച്ച് സീനുകളും ഈ സിനിമയിലുണ്ട്. ജോർജിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്കും താൻ സമൂഹത്തിൽ എന്തോ വലിയൊരാളാണ്, തനിക്കുള്ളതിനെക്കാട്ടിയും എന്തോ വലിയൊരാളാണ് താൻ. അപ്പോൾ മറ്റുള്ളവരെല്ലാം തനിക്ക് കീഴെയുള്ള ആളുകളാണ്, അതുപോലെ നിൽക്കണം എന്നുള്ളതാണ് ജോർജിൻ്റെ മെയിനായിട്ടുള്ള ഒരു ചിന്താഗതി. അതിനപ്പുറം ആരെങ്കിലും കടന്നാൽ, അതിപ്പോൾ സ്വന്തം മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും ജോർജിന് ശത്രുക്കൾ തന്നെയാണ്. അത് ഈ സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ജോർജിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അയാളുടെ ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റിയും, അതുപോലെ എല്ലാവരും തന്നെ ബഹുമാനിക്കണം, എല്ലാവരും തനിക്ക് കടപ്പെട്ട് നിൽക്കുന്ന ഒരാളാകണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. കാരണം ഇതിലൊരു ചെറിയൊരു സീനുണ്ട്. അതായത് താക്കോല് ബെന്നിയുടെ കയ്യിൽ നിന്ന് ബെൻസ് മേടിക്കുമ്പോഴത്തേക്കും ബെന്നി സാറിൻ്റെ അടുത്ത് ബെൻസ് താങ്ക് യു പറയും. അപ്പോൾ ജോർജ് സാർ പറയുന്നൊരു ഡയലോഗുണ്ട്, അവനാ താങ്ക്സ്, എനിക്ക് താങ്ക്സ് ഇല്ലേ, ഞാനല്ലേ മേടിച്ച് തന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ താനൊരു നിലയും വിലയുമുള്ള ആളാണ്. തൻ്റെ കുടുംബം താനെന്നൊക്കെ പറയുമ്പോൾ എന്തോ കൂടിയ ഒരാളാണ്, മറ്റുള്ളവരെല്ലാം തനിക്ക് കീഴെയാണ് എന്നുള്ളൊരു ചിന്താഗതി ജോർജിന് ഭയങ്കരമായിട്ടുണ്ട്. അത് ജോർജ് കാണിക്കുന്ന ചില സീനുകളാണ്. മെയിനായിട്ട് ജോർജിൻ്റെ മകൾക്ക് ഒരു പ്രണയം ഉണ്ടെന്നറിയുമ്പോഴത്തേക്കും അതിനെ ഏതൊരാളും റിയാക്ട് ചെയ്യുന്നതിനെക്കാട്ടിയും അതിഭയാനകമായിട്ട് ജോർജ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ. ജോർജ് എല്ലാവരുടെയും മുമ്പ് ഭയങ്കര സ്നേഹത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ജോർജ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ തനി സ്വഭാവം അറിയാവുന്നത് അയാളുമായിട്ട് അടുത്തിടപഴകുന്ന, അല്ലെങ്കിൽ അയാളുടെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ആ ഒരു ബെൻസിൻ്റെ കാറിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും സ്പോട്ടിൽ വെച്ച് സുധീഷ് എന്ന് പറയുന്ന കോൺസ്റ്റബിളിൻ്റെ വീട്ടുകാരെ, അത് സുധീഷിൻ്റെ അച്ഛനെയും പെങ്ങളെയും ഒക്കെ വെച്ച് ഒരു കള്ളക്കഥകൾ അയാൾ മെനയുന്ന സമയത്ത് സുധീഷ് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സ്വന്തം പെങ്ങളെക്കുറിച്ച് അങ്ങനത്തെ കള്ളക്കഥകളൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷനോ യാതൊരു വിധത്തിലുള്ള പ്രതികരണമോ സുധീഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ജോർജ് എന്ന് പറയുന്ന വിഷം നിറഞ്ഞ പാമ്പിനെ പേടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്തിനേറെ പറയണം, എല്ലാവരെയും വിറപ്പിച്ച് നിർത്തുന്ന ബെന്നി പോലും ചില സമയങ്ങൾ ജോർജിന് മുമ്പിൽ പരുങ്ങുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോർജിൻ്റെ സ്വഭാവം ഏറ്റവും നല്ലതുപോലെ അറിയാവുന്നത് ജോർജിൻ്റെ മകൾക്കായിരിക്കുമല്ലോ. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നൊരു സീനാണ്. ഈ മകൾക്ക് പവി എന്ന് പറയുന്ന ബെൻസിൻ്റെ മകനുമായിട്ട് ഒരു സ്നേഹബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ദിവസം ജോർജിനെ ഭയന്ന് ബാത്റൂമിൽ കയറി കതവടച്ച് ഈ പെൺകുട്ടി ഇരുന്ന് കരയുന്ന ഒരു സീൻ. ആ സീനിൽ ജോർജിൻ്റെ മകളായിട്ടുള്ള പെൺകുട്ടിയുടെ കഥാപാത്രം കരയുന്ന കരച്ചിലും പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നേ ദിവസം വരെ ഒരു തവണ പോലും സ്നേഹമുള്ളൊരച്ഛനായിട്ട് ആ പെൺകുട്ടി ജോർജിനെ കണ്ടിട്ടില്ല എന്ന്. ജോർജ് എന്നാൽ ആ സമയത്ത് ഒരു ഭയങ്കര വിഷമുള്ളൊരു സർപ്പം ചീറി കൊത്തുന്നത് പോലെ ആ ഒരു ഡോറിൽ ഇടിച്ചതിന് ശേഷം വളരെ ഭയാനകമായി നോക്കുന്നൊരു സീനുണ്ട്. പണ്ട് ഷൈനിങ് സിനിമയിൽ ജാക്ക് നിക്കോൾസൺ കതക് തുറന്നിങ്ങനെ നിൽക്കുന്നൊരു ഷോട്ടുണ്ട്. ആ ബ്രില്യൻ ഷോട്ടുമായിട്ട് നല്ലൊരു സിമിലാരിറ്റി ഇതിൽ തോന്നി. അത് കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു കിക്ക് തന്നെ ഇത് കണ്ടപ്പോഴും മിക്ക ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാവണം. കാരണം അത്രത്തോളമായിരുന്നു പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ പ്രകടനം അല്ലേ. ആ ഒരു നടനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാരണം ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ ആളുകൾക്കും ജോർജ് എന്ന് പറയുന്ന ആളെ മുന്നിൽ കിട്ടിയാൽ ചിലപ്പോൾ എന്തോ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അത്രത്തോളം നമ്മൾ വെറുത്തു പോകുന്നുണ്ട്. ലാസ്റ്റിൽ ബെൻസ് ജോർജിനെ ഇടിക്കുന്ന ഓരോ ഇടിയും കാണുന്ന കാണികൾക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒന്നായിരുന്നു. കാരണം
അത്രത്തോളം ജോർജ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ വെറുക്കുന്നത് പോലെ ആ ഒരു നടൻ അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് ചുറ്റും ഉറപ്പായിട്ടും ഉണ്ടാവുക. കാരണം എന്താണ്, നമ്മുടെയൊക്കെ മുന്നിൽ അവർ വളരെ നല്ല കൊള്ളായിരിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ കൊടൂര വിഷം കൊണ്ട് കിടക്കുന്ന ആളുകളായിരിക്കും അവരെല്ലാം. പിന്നെ അത് മാത്രമല്ല, തൻ്റെ നിലയും വിലയും താനെന്നുള്ള അയാളുടെ ആ ഒരു ഈഗോ, താൻ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നുള്ള ആ ഒരു ഈഗോ, ഈ കാലഘട്ടത്തിൽ ഈഗോയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഈഗോ എന്ന് പറയുന്ന സാധനം ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു വികാരമേ അല്ല. കാരണം ഈഗോ എന്ന് പറയുന്നൊരു സ്വഭാവം കയറിയ ആളുകൾക്ക് നാശം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ. കാരണം നഷ്ടങ്ങളെ ഈഗോ എന്ന് പറയുന്ന വികാരം ഉണ്ടാക്കുകയുള്ളൂ. നമ്മുടെ ഇതിഹാസങ്ങളിലോട്ട് പോയി നോക്കിയാലും മതി. അപ്പോൾ ഇതിൽ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിന് ഭയങ്കര ഈഗോ ഉള്ള ആളാണ്. തൻ്റെ മകളെ പ്രണയിക്കുന്ന ഒരു പയ്യനെ സ്നേഹിക്കുന്നതേ ഉള്ളൂ, ഒന്നും സംസാരിക്കുക പോലും ചെയ്തില്ല, കാര്യം അറിയാൻ ശ്രമിച്ചില്ല. അതിനു മുമ്പ് അവനെ കുടുക്കി കൊണ്ടുവന്നിട്ട് തൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ അതോറിറ്റി, തൻ്റെ പവർ കൊണ്ട് കുടുക്കി ഈ ഒരു തൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെ മൃഗീയമായിട്ടാണ് ആ പയ്യനെ മർദ്ദിക്കുന്നതിന് മുൻപ് ജോർജ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. തൻ്റെ മകളെ സ്നേഹിച്ചു എന്നല്ല അയാൾക്ക് പ്രശ്നം. അയാളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഏത് കുടുംബത്തിലെ കുട്ടിയെ കയറി സ്നേഹിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോഴും അയാളെന്നൊരു ചിന്ത മാത്രമേ ജോർജിനുള്ളൂ. ഇതിൽ ആനിമൽ മെറ്റഫോറിനെ കുറിച്ച് ഇനി സംസാരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ ജോർജ് സാറിനെ കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ജോർജ് സാറ് ഈ സിനിമയിലൊരു അണലി, ഒരു പാമ്പായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയുടെ മിക്ക ബിജിഎം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, റാറ്റിൽ സ്നേക്കിൻ്റെ വാലിൻ്റെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ അതും, പിന്നെ ഈ നാഗപ്പാട്ടിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, സർപ്പപ്പാട്ടിൻ്റെ ആ ഒരു സംഭവം, അത് ഇടയ്ക്കിടയ്ക്ക് വയലിൻ്റെ രീതിക്ക് പ്ലേ ചെയ്യുന്നുമുണ്ട്. അത് കറക്റ്റ് സന്ദർഭങ്ങളിൽ ജോർജ് മാച്ച് ചെയ്യുന്നതൊക്കെ പെരുമാറുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, ജോർജിനെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആക്ടറിൻ്റെ ബ്രില്യൻസ് നമ്മൾ കാണേണ്ട ഒരു സീനാണ്. ചില സീനുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇയാൾക്ക് നല്ല ദേഷ്യം വരുന്ന സമയത്ത് നാക്ക് ചെറുതായിട്ട് പുറത്തിടുന്നുണ്ട്. പാമ്പ് നാക്ക് പുറത്തിടുന്നത് പോലെ ജോർജ് സാർ നാക്ക് ചെറുതായിട്ട് പുറത്തിടുന്നുണ്ട് ദേഷ്യം വരുന്ന സമയങ്ങളിൽ. അപ്പോൾ ഈ ഒരു മ്യൂസിക്കും ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു സ്റ്റൈലും മാത്രമാണോ? അല്ല, ഈ ക്യാരക്ടറിനെ പൂർണ്ണമായും ബിൽഡ് ചെയ്തേക്കുന്നത് തന്നെ ഒരു പാമ്പിൻ്റെ രീതിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പാമ്പ് പടം ഉദിക്കുന്നത് പോലെയായിരുന്നു ഈ ഒരു കഥാപാത്രത്തിൻ്റെ ബിഹേവിയർ. അതെ, ആദ്യം ബെൻസിനെ കണ്ട സമയത്ത് വളരെ സ്നേഹമുള്ളൊരു സ്വഭാവമായിരുന്നു ഇയാൾക്ക്. പിന്നെ വണ്ടിക്കകത്തോട്ട് കയറിയപ്പോഴത്തേക്കും വീണ്ടും പടം ഒരുക്കുകയാണ് ആ പാമ്പ്. പിന്നെ സ്നേഹത്തിൽ നിന്ന് കുറച്ച് അറഗൻസ് വന്നതുപോലെ തോന്നുന്നുണ്ട്. ഇയാളുടെ പവർ കാണിക്കുന്നൊരു പരിപാടി വരുന്നതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ സുധീഷിൻ്റെ കല്യാണത്തിന് പോയപ്പോഴോ അവിടെ ഭയങ്കര സ്നേഹം. ആ കല്യാണം കഴിഞ്ഞ് സുധീഷിലെയും കൊണ്ട് വണ്ടിക്കകത്ത് കയറിയപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. ആ കാട്ടിനുള്ളിൽ എത്തിയപ്പോഴത്തേക്കും ഇയാളുടെ തനി സ്വരൂപത്തിൻ്റെ പകുതി അയാൾ കാണിച്ചു. അപ്പോൾ ഓരോ സ്റ്റേജിൽ ഒരു പാമ്പ് പടം ഇരിക്കുന്നത് പോലെ ഇയാളുടെ സ്വഭാവം പതുക്കെ ഓപ്പൺ ചെയ്താണ് കൊണ്ടുപോയത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു, പാമ്പിന് വിഷമുണ്ടല്ലോ. ഇതിൽ ജോർജ് സാറിൻ്റെ വിഷം അയാളുടെ അഹങ്കാരമാണ്, അയാളുടെ ഈഗോയാണ്, അയാളുടെ ദേഷ്യമാണ്. അത് പല സമയങ്ങളിലും ആ വിഷം കൊണ്ട് തന്നെയാണ് ചുറ്റിനും നിൽക്കുന്ന ആളുകളെ അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി നമ്മൾ സിംബോളിസത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ മൃഗങ്ങളെ സിംബോളൈസ് ചെയ്യുമല്ലോ, ആനിമൽ സിംബോളിസം ചെയ്യുമല്ലോ. ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നതിന് നമുക്കൊരു കടുവയായിട്ട് പറയാറുണ്ട്. രാജാവിൻ്റെ പ്രൗഢി എന്ന് പറയുമ്പോൾ നമ്മൾ സിംഹത്തിനെ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൽ വന്നേക്കുന്ന സിംബോളിസം കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി, പാമ്പിൻ്റെ സിംബോളിസം. ഈ പാമ്പിൻ്റെ സിംബോളിസത്തിലേക്ക് പോകുമ്പോഴത്തേക്കും സ്പിരിച്വാലിറ്റിയിലൊക്കെ പാമ്പിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള സിംബോളിസം ഒരുപാടുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് സിംബോളിസം ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് സിംബോളിസത്തിലേക്ക് പോവുകയാണെങ്കിൽ പാമ്പിനെ ഈഗോയുടെ പ്രതീകമായിട്ട് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ജോർജ് സാറിൻ്റെ വിഷം ഈഗോ തന്നെയാണല്ലോ. പിന്നെ പാമ്പിൻ്റെ നെഗറ്റീവ് സിംബോളിസം എന്ന് പറയുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും ടെംപ്റ്റേഷനായിട്ട് പറയാറുണ്ട്. ടെംപ്റ്റ് ചെയ്യുക, അതായത് പ്രലോഭിപ്പിക്കുക, ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. ആ ടെംപ്റ്റേഷൻ്റെ സിമ്പിളായിട്ട് മിക്കപ്പോഴും പാമ്പിനെ കാണിക്കാറുണ്ട്, അല്ലേ? ഇതിൽ ജോർജ് സാർ പല സ്ഥലങ്ങളിലും ബെന്നി എന്ന് പറയുന്ന ആളെ ടെംപ്റ്റേഷൻസ് കൊണ്ടാണ് പിടിച്ചു നിർത്തുന്നത്. SIയിൽ നിന്ന് CIയിലോട്ട് പോകാം, കൂടെ നിന്നാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അയാൾ പലയിടങ്ങളിലും ടെംപ്റ്റേഷൻസ് കാണിക്കുന്നുണ്ട്. എന്തിനേറെ പറയണം, ബെൻസിന് പോലും ഒരു സഹായം ഓഫർ ചെയ്തിട്ട് ടെംപ്റ്റേഷൻ കൊടുത്ത് ഒരു ഓട്ടം പോവാം എന്നുവെച്ചാൽ പെർമിറ്റ് ഇല്ലാത്ത വണ്ടിയാണ് ഇയാൾ ടാക്സി ഓടുന്നത്, ബെൻസ്, അല്ലേ? എന്നിട്ട് കൂടി അവിടെ വെച്ച് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഓട്ടത്തിന് വിളിക്കുന്നു എന്നുള്ള ടെംപ്റ്റേഷൻ കൊടുത്താണ് ബെൻസിനെ കൂടെ കൂട്ടുന്നത്. അപ്പോൾ ടെംപ്റ്റേഷൻ പല സ്ഥലങ്ങളിലും, അതായത് പ്രേരണ, പ്രലോഭനം, അത് പല സ്ഥലങ്ങളിലും ജോർജ് സാറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാമ്പിൻ്റെ സിംബോളിസമായിട്ടുള്ള ടെംപ്റ്റേഷനും അവിടെ വന്നിട്ടുണ്ട്. പിന്നെ പാമ്പിൻ്റെ മറ്റൊരു നെഗറ്റീവ് സിംബോളിസം പറയുമ്പോഴത്തേക്കും അവിടെ ഡിസപ്ഷനും കള്ളത്തരങ്ങളും വരുന്നുണ്ട്, വഞ്ചന. പല സ്ഥലങ്ങളിലും
ഈ പറയുന്ന ജോർജ് സാറ് വഞ്ചന എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ബെൻസിനെ വഞ്ചിച്ചു, അയാളുടെ അല്ലേ പറയേണ്ട കാര്യമില്ല. പിന്നെ കൂടെ നിന്ന് ബെന്നി സാറിനെ ഓരോന്ന് ചെയ്യാം എന്നും പറഞ്ഞ് കൂടെ നിർത്തിയ ബെന്നി സാറിനെ വഞ്ചിച്ചു. എന്തെല്ലാം വഞ്ചനകളാണ് അയാളത് കാണിച്ചത്. അതുപോലെ തന്നെ കള്ളങ്ങളും. പാമ്പിനെ ചില സ്ഥലങ്ങളിൽ നെഗറ്റീവ് സിംബോളിസമായിട്ട് കള്ളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, കള്ളങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. ശരിയല്ലേ? ഇയാൾ എന്തോരം കള്ളങ്ങളായി ഒരു സിനിമയിൽ പറയുന്നത്. ഓരോ സീനിലും സ്പോട്ടിലാണ് ജോർജ് സാർ കള്ളങ്ങൾ പറയുന്നത്. ആദ്യം ബെൻസിൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞ് വണ്ടി കയറ്റി, പിന്നെ അവിടെ നിന്നൊരു സ്ഥലത്തോട്ട് പോകുന്നു, സുധീഷിൻ്റെ കല്യാണത്തിന് പോകുന്നു എന്നും പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ നിന്ന് സുധീഷിൻ്റെ എസ്റ്റേറ്റിലോട്ട് പോകുന്നു, ബന്ധുവിൻ്റെ എസ്റ്റേറ്റിലോട്ട് പോകുന്നു, ഫ്രണ്ടിൻ്റെ എസ്റ്റേറ്റിലോട്ട് പോകുന്നു എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് അവിടെ കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് ഉത്സവം കാണാം എന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞ് ഇയാൾക്ക് വേണ്ട സ്ഥലത്തേക്ക് ഇയാൾ വണ്ടി കൊണ്ടുപോയി ബെൻസിനെ കൊണ്ട്. അവിടെയെല്ലാം സ്പോട്ടിൽ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കള്ളത്തരങ്ങൾ അതിവിദഗ്ധമായി ഈ പറയുന്ന ജോർജ് സാർ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജോർജ് സാറിൻ്റെ മെയിൻ ക്യാരക്ടർ അനാലിസിസ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി മറ്റു 2 ആനിമൽ മെറ്റഫോഴ്സും കൂടെ ഇതിൽ പറയാം അല്ലേ. ഇതിലൊരു ചെന്നായയുടെ മെറ്റഫോർ വരുന്നുണ്ട്, പിന്നെ കൊമ്പനാന ഒറ്റയാൻ്റെ മെറ്റഫോറും വരുന്നുണ്ട്. ഇപ്പോൾ ചെന്നായയുടെ നോക്കാം. ചെന്നായയുടെ മെറ്റഫോർ നോക്കുമ്പോഴത്തേക്കും ബെന്നി 100% ഒരു വെറി പിടിച്ച ചെന്നായെ പോലത്തെ പെരുമാറ്റമാണ് ഇതിൽ അല്ലേ. എപ്പോഴും ചീറി നിൽക്കുന്ന, എന്താ പറയുക, മുരണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ചെന്നായയുടെ അതേ രീതിക്കാണ് ബെന്നിയെ കാണിച്ചേക്കുന്നത്. ഇയാൾ ശാന്തമായി സംസാരിക്കുന്ന ഒരൊറ്റ സീനേ ഈ ഒരു സിനിമയിലുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം ഇയാൾ ചീറിയാണ് നിൽക്കുന്നത്. ഇങ്ങനെ മുരൾച്ചയോട് കൂടിയാണ് ഇയാൾ നിൽക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ബെന്നിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശ്രീ ജേക്സ് ബിജോയ് സെറ്റ് ചെയ്തേക്കുന്നതും ഒരു ചെന്നായയുടെ ഓരിയിടലും മുരൾച്ചയുടെ ഒക്കെ കൂടെ തന്നെയാണ്. അത് ഈ ഒരു കഥാപാത്രത്തിന് അതിമനോഹരമായി സ്യൂട്ടബിൾ ആവുന്നുമുണ്ട്. പിന്നെ ആനിമൽ മെറ്റഫോറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിംബോളിസവും കൂടെ പറയാം. ചെന്നായയുടെ ഒരു നെഗറ്റീവ് സിംബോളിസത്തിലേക്ക് പോവുകയാണെങ്കിൽ പല ഇടങ്ങളിലും ചെന്നായയെ ഡേഞ്ചറായിട്ടും അഗ്രഷൻ്റെയും അതുപോലെ തന്നെ ചതിയുടെ വഞ്ചനയുടെയൊക്കെ ഒരു ഇതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കറക്റ്റല്ലേ? ബെന്നി ആദ്യം കാണുമ്പോൾ മുതൽ ഇയാൾക്ക് അഗ്രഷൻ എന്നൊരൊറ്റ വികാരം മാത്രമേ ബെന്നി സാറിനുള്ളൂ. കൂടെ കൂടെ പിന്നത് മാത്രമല്ല, ഇടയ്ക്ക് ബെൻസിനെ ഇവർ ഉള്ളിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നൊരു സീനുണ്ടല്ലോ, മറ്റേ ചാടി വരുന്നൊരു സീനുണ്ടല്ലോ ലാലേട്ടൻ്റെ, അതിനൊക്കെ മുൻപേ ആയിട്ട്. ആ സമയത്ത് ചെന്നായ്ക്കളുടെ ഒരു കൂട്ടത്തെ വെച്ച് ആനയെ ആക്രമിക്കുന്ന കണക്കത്തൊരു സീനായിരുന്നു. പക്ഷെ ഒറ്റയാനല്ലേ, ഒറ്റയാൻ്റെ മുന്നിൽ ചെന്നായ്ക്കൾക്ക് പിടിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവിടെയും ഒരു ചെന്നായയുടെ രീതി വളരെ മനോഹരമായി കാണിക്കുന്നുണ്ട്. പിന്നെ വഞ്ചന സ്പോട്ടിൽ വളരെ മോശമായിട്ടുള്ള രീതിക്ക് ബെൻസിൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ, ശോഭന മാമിൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതെല്ലാം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയെല്ലാം വളരെ വൈൽഡായിട്ടുള്ള, ഒരു മര്യാദയില്ലാത്ത, മനുഷ്യത്വത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത രീതിക്ക് ബെന്നി സംസാരിക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നായ എന്ന് പറയുന്നൊരു സിംബോളിസം വളരെ മനോഹരമായിട്ട് എഫക്റ്റീവായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി പറയേണ്ട കാര്യമില്ല, മെയിൻ ക്യാരക്ടറായിട്ടുള്ള ബെൻസ് ഷൺമുഖം. ബെൻസ് ഒരു ഒറ്റയാനായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ. എന്നാൽ ഒറ്റയാനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ബെൻസിനെ നേരത്തെ ആദ്യം കാണിക്കുന്നത് ഒരു ഒരു കുടുംബത്തോടെ ജീവിക്കുന്ന ഒരു കൊമ്പനാനയായിട്ട് തന്നെയാണ്. ഇതിൽ കറക്റ്റ് ഒരു ഒറ്റയാനെ പോലെ തന്നെ ലാലേട്ടൻ പെരുമാറുന്ന ഒരുപാട് സീനുകളുണ്ട്. അതിലേറ്റവും കൂടുതൽ ഇനി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ലാസ്റ്റ് ഈ വില്ലനുണ്ടല്ലോ ജോർജ് സാറിനെ അടിച്ച് പരിപ്പിളക്കുന്ന സമയത്ത് ഒരു കമ്പി വെച്ചിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്പി ഇങ്ങനെ ലാലേട്ടൻ ബെൻസ് കടിച്ചു പിടിച്ചപ്പോഴത്തേക്കും ആനയുടെ കൊമ്പ് കണക്കത് നിന്നതുപോലെ നല്ലതുപോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ തോന്നും. അതുപോലെ തന്നെ അദ്ദേഹം പിടിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആന എന്ന് പറയുന്ന സിംബോളിസം ഒരിക്കലും നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ബെൻസിൻ്റെ അല്ലേ. ആദ്യം ഒരു കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആന, പിന്നെ കൂട്ടം തെറ്റിപ്പോണ ഒറ്റയാൻ, പിന്നെ പ്രതികാരത്തിനായിട്ട് ഇറങ്ങുന്ന ഒറ്റയാൻ, കാട് കയറുന്ന രീതി. മറ്റേ ഈ എന്തിനേറെ പറയണം, ബ്ലാക്ക് അംബാസഡർ തന്നെ എടുത്തതിന് അതിനും ഈ ഒരു സിംബോളിസത്തിന് തന്നെ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇപ്പോൾ ജോർജ് സാർ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ അനാലിസിസ് ഇത്രയാണ്. നമ്മളെപ്പോഴും ഒരു ക്യാരക്ടർ അനാലിസിസ് ചെയ്തതിന് ശേഷം ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാൻ എന്ന് പറയാറുണ്ട്. ദയവ് ചെയ്ത് ഈ ക്യാരക്ടറിൽ നിന്നൊന്നും പഠിക്കരുത്. കാരണം പീക്ക് വില്ലനാണ്. ഒരൗൺസ് നന്മ പോലും ഇല്ലാതെ 100% വില്ലനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജോർജ് സാർ എന്ന് പറയുന്നത്. അത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന സംവിധായകൻ തരുൺ മൂർത്തി, എഴുത്തുകാരൻ KR സുനിലും, പിന്നെ ആ ക്യാരക്ടറിനെ അതുപോലെ അഭിനയിച്ച് ഫലപ്പെടുത്തിയ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ ഒരു ബ്രില്യൻ്റ് ആക്ടറിനെയും നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ.
അപ്പോൾ നമ്മൾ മലയാള സിനിമയിലെ വില്ലന്മാരുടെ പട്ടിക എടുക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ സ്ഥാനം, ഒരു യുണീക്കായിട്ടുള്ള സ്ഥാനം തന്നെ കൊടുക്കേണ്ട ഒരാൾ തന്നെയാണ് ജോർജ് സാർ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വില്ലൻ ക്യാരക്ടറുണ്ട്. ഇപ്പോൾ എതിരഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവാം, നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും പവർഫുള്ളായിട്ടുള്ള വില്ലന്മാർ വേറെ ഉണ്ടാകും എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലൻ ക്യാരക്ടർ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആ വില്ലൻ്റെ ബീജിയം നിങ്ങൾക്ക് ഓർമ്മ വരും. സിനിമ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നരേന്ദ്ര ഷെട്ടിയാണ്. പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു ഫിലിമിൽ മിക്ക ആളുകൾക്കും നടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പോലും ഓർമ്മ കാണത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല കിടിലൻ പേരാണ്, മുഹമ്മദ് സർക്കാർ. അതായിരുന്നു അതിൽ ശ്രീ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിൻ്റെ പേര്. പക്ഷേ അതിലെ വില്ലൻ, ആ ഫിലിം മുഴുവനും സ്കോർ ചെയ്തേക്കുന്നത് ആ വില്ലൻ തന്നെയാണ്, അല്ലേ? നരേന്ദ്ര ഷെട്ടി. നരേന്ദ്ര ഷെട്ടിയുടെ ബീജിയം നമുക്ക് എല്ലാവർക്കും ആ മനസ്സിൽ കേൾക്കും. അപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ആ ഒരു സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നരേന്ദ്ര ഷെട്ടിയുടെ ഒരു സ്പിൻ ഓഫ് ഫിലിം ഇറങ്ങിയേനെ. കാരണം അത്രത്തോളം അതിൽ ആ ക്യാരക്ടറിന്, വില്ലൻ ക്യാരക്ടറിന് ഒരു ഓറയുണ്ട്. പിന്നെ ഈ 3 കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ ഞാൻ കണ്ട രീതിക്കാണ്, ഞാൻ ആസ്വദിച്ച രീതിക്കാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ ഈ ക്യാരക്ടർ അനാലിസിസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഡയറക്ടർ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടോ, ഇത് ഞാൻ കണ്ട രീതിക്കാണ് ഞാനിതിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ജോർജ് സാറിൻ്റെ ക്യാരക്ടർ അനാലിസിസ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലൻ കഥാപാത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കുരുക്ഷേത്രം സീരീസിൻ്റെ എപ്പിസോഡ് ഉടനെ തന്നെ അടുത്ത എപ്പിസോഡ് എടുക്കുന്നതായിരിക്കും, വെച്ച് താമസിപ്പിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ